കേരള അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് മണ്ഡലമായ കമ്പത്ത് നടന്ന കനത്ത പോളിംഗിൽ വാദവുമായി മുന്നണികൾ. 70%-ലധികം പോളിംഗാണ് കമ്പം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ അടിത്തറയുള്ള കമ്പം മണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കുമെന്നത് പ്രവചനാതീതമാണ്. കേരളത്തിൽ ജോലി ചെയ്യുകയും തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് തമിഴ് തൊഴിലാളികളാണ് മണ്ഡലത്തിലെ പ്രധാന വോട്ട് ബെൽറ്റ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൊഴിലാളികളെ വോട്ട് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി പ്രമുഖ നേതാക്കൾ ഇടപെട്ട് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ അടിത്തറയുള്ള കമ്പം മണ്ഡലത്തിൽ ഇത്തവണ മത്സരിച്ചത് DMK മുന്നണിയിലെ സിറ്റിംഗ് MLA കമ്പം രാമകൃഷ്ണനാണ്. എതിരിടുന്നത് BJP ഉൾപ്പെടുന്ന AIDMK മുന്നണിയിലെ മുൻ MLA കൂടിയായ ജക്കയ്യനാണ്. കമ്പം ടൗൺ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വൈകിട്ട് 6 മണി വരെയും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഗൂഡല്ലൂർ, ലോവർ ക്യാമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. 70%-ലധികം പോളിംഗ് ആണ് ഇവിടെ നടന്നത്. വോട്ട് ഉറപ്പിക്കുവാനായി 3 മുന്നണികളുടെയും പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായിരുന്നു. കേരളത്തിൽ സ്ഥിരമായി താമസിച്ച് കച്ചവടം നടത്തുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള കച്ചവടക്കാർ നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിൽ എത്തിയിരുന്നു. ഇവരെ സ്വാധീനിക്കാനുള്ള കഠിന ശ്രമവും 3 മുന്നണികളുടെയും പ്രവർത്തകർ നടത്തിയിരുന്നു. എന്താണെങ്കിലും കനത്ത മത്സരം നടന്ന കമ്പത്ത് വിജയം പ്രവചനാതീതമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.